കഴിഞ്ഞ വീഡിയോയിൽ ഈ കാണുന്ന KSRTC ബസ്സിൽ നമ്മൾ മുതുമല ബന്ദിപ്പൂർ റൂട്ടിൽ ഒരു നൈറ്റ് ഡ്രൈവ് എല്ലാം പോയി അത്യാവശ്യം അനിമൽസിനെല്ലാം കണ്ടതിന് ശേഷം നെക്സ്റ്റ് ഡേ അതിരാവിലെ ബന്ദിപ്പൂർ ഒരു സഫാരി എല്ലാം എടുത്ത് നമ്മൾ തിരിച്ച് നമ്മുടെ സ്റ്റേയിലേക്ക് പോകുന്നവരെയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത്. അപ്പോൾ ബന്ദിപ്പൂരിലെ സഫാരിയിൽ വലിയ അനിമൽ സൈറ്റിങ്സ് ഒന്നും ഉണ്ടാവാതിരുന്നതുകൊണ്ട് തന്നെ ആ ഒരു സങ്കടം തീർക്കാനായിട്ട് നമ്മൾ മസിനഗുഡിയിലാണ് ഇന്ന് സ്റ്റേ എടുത്തിരിക്കുന്നത്. അപ്പോൾ മസിനഗുഡിയിൽ നമ്മുടെ സ്റ്റേയിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് കിട്ടിയതും അതുപോലെ അവിടെ ചെന്ന് നമ്മൾ കുറേ കറങ്ങിയപ്പോൾ കിട്ടിയ ഒരുപാട് അനിമൽ സൈറ്റിങ്ങിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെ മസിനഗുഡിക്ക് നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് ഫസ്റ്റ് കിട്ടിയ ഒരു സൈറ്റിംഗ് എന്ന് പറയുന്നത് ഈ കാണുന്ന പാമ്പുകളായിരുന്നു. ഇത് നമ്മൾ സാധാരണ നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ കാണുന്ന മഞ്ഞച്ചേര എന്ന് പറയുന്ന പാമ്പാണ്. ശരിക്കും പാമ്പിനെയും അതുപോലെ തന്നെ ഇത് ഇണചേരുന്നതെല്ലാം കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് പാമ്പുകൾ ഇങ്ങനെ ഇണചേരുന്നത് നമുക്ക് വീഡിയോയിൽ നല്ല ഭംഗിയായിട്ട് തന്നെ പകർത്താൻ പറ്റിയത്. നമ്മൾ തെപ്പക്കാട് നിന്ന് മസിനഗുഡിക്ക് പോകുന്ന വഴിക്ക് തന്നെ ഫസ്റ്റ് കാണുന്ന ഒരു പാലം ഉണ്ടല്ലോ, ആ ഒരു പാലത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു പാമ്പ് ഇങ്ങനെ ഇണ കൂടുന്ന ഒരു കാഴ്ച കണ്ടത്. അത്യാവശ്യം നല്ല വെയിലുള്ളൊരു സമയമായിരുന്നു. അതുപോലെ ഒരുപാട് ആളുകൾ ഈ ഒരു പാലത്തിന് മുകളിൽ വന്ന് ഈ ഒരു കാഴ്ച കാണാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. വളരെ ചെറിയൊരു പാലം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ അവിടെ ബ്ലോക്കുമായി. എന്തായാലും ബ്ലോക്കൊന്നും വകവെക്കാതെ നമ്മൾ അത്യാവശ്യം കുറേ നേരം നിന്ന് ഈ ഒരു കാഴ്ചയെല്ലാം കണ്ടതിന് ശേഷമാണ് മസിനഗുഡിക്ക് പോയത്. അങ്ങനെ കുറേ നേരം നിന്ന് വളരെ റെയറായിട്ട് കിട്ടാറുള്ള ഈ ഒരു പാമ്പിൻ്റെ ഇണകൂടലെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും യാത്ര കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ ഒരു കാടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഉള്ള പോലെ തന്നെ അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു രീതിയിലാണ് ഇവിടെ കാട് കാണാൻ പറ്റുന്നത്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയപ്പോൾ ഈ ഡ്രൈ ആയിട്ടുള്ളൊരു കാടിൻ്റെ ഇടയിൽ 2 ആനകൾ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മുടെ നെക്സ്റ്റ് സൈറ്റിംഗ് എന്ന് പറയുന്നത്. ഈ കാണുന്ന ഒരു തള്ളയാനയും അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ചെറിയ കുട്ടിയാനയും ഉണ്ട്. ഈ ഒരു ആന നിൽക്കുന്ന ആ ഒരു സ്ഥലം നോക്കിക്കേ, നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് നിൽക്കുന്ന ഈ ഒരു ഫോറസ്റ്റിൽ ഇവർക്ക് ഫുഡ് കിട്ടുമോ എന്നുള്ളത് ശരിക്കും ഒരു ഡൗട്ടായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഈ ആനകൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒട്ടും തന്നെ പച്ചപ്പില്ലാതെ അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടാണ് ഇവിടെയുള്ള ചെടികളും കുറ്റിക്കാടും എല്ലാം കാണുന്നത്. ശരിക്കും ഇതുപോലെ കടുത്ത വേനലെല്ലാം വരുന്ന ടൈമിലാണ് ഈ ആനിമൽസിന് വളരെയധികം ഹാർഡായിട്ടുള്ളൊരു ടൈം എന്ന് പറയുന്നത്. ശരിക്കും ഇത്രയും വേനലായിട്ടുള്ളൊരു ടൈമിൽ ആനിമൽസിന് വേണ്ട ഫുഡോ വെള്ളമോ ഒന്നും തന്നെ കാടിനകത്ത് കാണാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ്. പിന്നെ ആനിമൽസിൻ്റെ കാര്യത്തിൽ മനുഷ്യരെ പോലെ ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിക്കാനോ അല്ലെങ്കിൽ AC ഇട്ടൊരു റൂമിലിരുന്ന് ചൂടിൽ നിന്ന് രക്ഷപ്പെടാനോ ഒന്നും പറ്റാറില്ലല്ലോ. അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങളുള്ളതുകൊണ്ടാണ് ആനകളും അതുപോലെ തന്നെ മറ്റ് വൈൽഡ് അനിമൽസ് എല്ലാം തന്നെ കാട് വിട്ട് പുറത്തേക്ക്, അതായത് നമ്മുടെ നാട്ടിലേക്കെല്ലാം വരുന്നത്. ഈ വൈൽഡ് അനിമൽസിനെല്ലാം തന്നെ ഇതേപോലെ വേനൽക്കാലത്തും ഫുഡും വെള്ളവും എല്ലാം അവൈലബിൾ ആക്കാനായിട്ട് പല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളും കാടിനകത്ത് തന്നെ ഇവർക്ക് വേണ്ട സജ്ജീകരണങ്ങളെല്ലാം ചെയ്തു കൊടുക്കാറുണ്ട്. പക്ഷേ കാട് വളരെയധികം വ്യാപിച്ച് കിടക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ വളരെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ മാത്രമാണ് അങ്ങനെ ചെയ്തു കൊടുക്കാനായിട്ട് പറ്റൂ. നമ്മൾ ഈ സഫാരി പോകുന്ന സമയത്ത് തന്നെ പല സ്ഥലങ്ങളിലും കാണുന്ന ചെറിയ ചെറിയ ലേക്കുകളുണ്ടല്ലോ,
ഇതെല്ലാം തന്നെ കൃത്രിമമായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നിർമ്മിച്ചിരിക്കുന്നതാണ്. അതിൻ്റെ രണ്ട് ഉദ്ദേശം എന്ന് പറയുന്നത്, ഒന്ന്, ഈ സഫാരി പോകുന്ന സമയത്ത് ഇവിടെ വെള്ളം കുടിക്കാനായിട്ട് വരുന്ന അനിമൽസിനെ ആളുകൾക്ക് കാണാൻ പറ്റും. രണ്ട്, എത്ര വേനലാണെങ്കിലും അനിമൽസിന് അവിടെ കുടിക്കാനായിട്ടുള്ള വെള്ളം അവൈലബിൾ ആയിരിക്കും. അങ്ങനെ ആനയുടെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ മസിനഗുഡിയിൽ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ മസിനഗുഡിയിലുള്ള ഒരു ഹോം സ്റ്റേ ആയിട്ടുള്ള വൈൽഡ് വേസ് എന്ന് പറയുന്ന ഈ ഒരു ഹോം സ്റ്റേയിലാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ അത്യാവശ്യം വലിയ റൂംസും നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു ഏരിയയൊക്കെയാണ് ഈ ഒരു ഹോം സ്റ്റേ ഉള്ളത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഈ ഹോം സ്റ്റേയിൽ തന്നെ ഒരു ഇലക്ട്രിക് സൈക്കിൾ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സൈക്കിൾ എടുത്ത് നമ്മൾ ചുമ്മാ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ നൈറ്റിലെ KSRTC ഡ്രൈവിൻ്റെ ആ ഒരു കണ്ടിന്യൂഷൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മളോടൊപ്പം ഉള്ളത് സബിൻ ബ്രോ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത മസിനഗുഡി വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പുറത്ത് കറങ്ങി നടക്കാനൊക്കെ ആയിട്ട് ഒരു ടൈമുണ്ട്. ശരിക്കും ഈ ഒരു റോഡിലൊക്കെ നമുക്ക് ഇതുപോലെ നടക്കാനായിട്ട് രാത്രി 9 മണി വരെയാണ് അനുവാദമുള്ളൂ. അതുപോലെ രാവിലെ 6 മണിക്ക് ശേഷം മാത്രമാണ് പുറത്തേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. ഈ ഒരു റോഡ് നമുക്ക് കാണാനായിട്ട് നല്ല ഭംഗിയൊക്കെ തോന്നുന്നുണ്ടെങ്കിലും രാത്രിയിൽ ആനയും പുലിയും ടൈഗറും എല്ലാം ഈ ഒരു വഴിയെല്ലാം നടന്നു പോകാറുള്ളതാണ്. എങ്ങാനും നമ്മൾ നൈറ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കണ്ണിലെങ്ങാനും പോയി പെട്ട് കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് ആയിരിക്കും പെനാൽറ്റി ആയിട്ട് നമുക്ക് അടിച്ചു തരിക. അങ്ങനെ സൈക്കിൾ എടുത്ത് ഈ ഒരു ഗ്രാമത്തിൻ്റെ എൻഡ് വരെ പോയതിനു ശേഷം നമ്മൾ തിരിച്ച് ഹോം സ്റ്റേയിൽ ചെന്ന് അവിടുത്തെ തന്നെ ജീപ്പ് എടുത്തിട്ട് നമ്മുടെ മോയാർ ഡാമിൻ്റെ റൂട്ടിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ ഈ ഒരു റൂട്ടിൽ പോയപ്പോൾ 3 കരടിയെ നമുക്ക് റോഡിൻ്റെ സൈഡിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ പോകുന്ന വഴിയുടെ സൈഡിലായിട്ടൊക്കെ ചെറിയൊരു റിവർ ബെഡെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം അനിമൽസും ബേർഡ്സും എല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ പറ്റും. നല്ല വേനലായതുകൊണ്ട് കാടിനകത്ത് വെള്ളം കുറവായതുകൊണ്ടും ഈ കാണുന്ന ചെറിയ ചെറിയ ലേക്കുകളിലേക്ക് മാനും മയിലും അതുപോലെ തന്നെ കടുവയും കരടിയും എല്ലാ അനിമൽസും വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഈ അനിമൽസിന് സൈറ്റിംഗ് കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് ലക്കായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അങ്ങനെ നമ്മൾ റിവറിൽ നോക്കി നിന്നപ്പോഴേക്കും കണ്ട ചെറിയ താറാവാണ്. നമ്മുടെ താറാവുകളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിപ്പം കുറഞ്ഞ താറാവാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിന് അത്യാവശ്യം നല്ലൊരു ദൂരം തന്നെ പറക്കാനുള്ള കഴിവുണ്ട്. സാധാരണ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഈ പാടങ്ങളിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇവരെ ഒരുപാട് കാണാനും പറ്റും. അങ്ങനെ താറാവിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് പോയപ്പോൾ കിട്ടിയ നെക്സ്റ്റ് സൈറ്റിംഗ് ആണ് ഈ കാണുന്ന ഹനുമാൻ ലംഗൂർ. ഈ ഒരു ഭാഗത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഹനുമാൻ ലംഗൂറും അതുപോലെ തന്നെ മാനുകളുമാണ്. ഈ മാനുകളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ണിലേക്ക് വന്നത്. നമ്മൾ മോയാർ പോകുന്ന വഴിക്ക് തന്നെ റോഡിൻ്റെ സൈഡിലുള്ള ഒരു കുറ്റിക്കാട്ടിൽ ഇതുപോലൊരു മാനിൻ്റെ കുട്ടി കിടന്നുറങ്ങുന്നതായിട്ടാണ് കണ്ടത്. സാധാരണ വളരെ അലേർട്ടായിട്ട് നിൽക്കുന്ന മാനുകൾ ഇതുപോലെ പകൽ സമയത്ത് കിടന്നുറങ്ങാനായിട്ട് ചാൻസ് ഇല്ല എന്നുള്ളത് ഒരു ഫാക്റ്റാണ്. അങ്ങനെ ചിന്തിച്ച് നിന്നപ്പോഴാണ് ഈ ഒരു മാനിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഇതിൻ്റെ അമ്മ നിൽക്കുന്നതും കണ്ടു. ശരിക്കും ഈ ഒരു മാൻകുട്ടിക്ക് ജീവനില്ല എന്നുള്ളതാണ് സത്യം. ശരിക്കും നമ്മൾ കാട്ടിൽ കയറുമ്പോൾ കാണാൻ ഭംഗിയുള്ളതും അതുപോലെ ഇതുപോലെ സങ്കടം ഉണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ നമ്മൾ കാണേണ്ടി വരും. പിന്നെ ഇതെല്ലാം കാടിൻ്റെ നിയമത്തിലുള്ളതായതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാഴ്ചകൾ കണ്ടാലും നമ്മൾ ഇതിലേക്കൊന്നും ഇൻ്റർഫിയർ ചെയ്യരുത്. നമ്മുടെ കഴിഞ്ഞ തവണത്തെ മസിനഗുഡി വീഡിയോയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ മോയാർ റൂട്ടിലെ റോഡ് ബ്ലോക്ക് തന്നെയാണ്. ആ ബ്ലോക്ക് ആക്കിയത് വേറെ ആരുമല്ല, ഇതുപോലെ കുറേ കുരങ്ങന്മാരും അതുപോലെ മാനുകളുമായിരുന്നു. നമ്മൾ കഴിഞ്ഞ തവണ കണ്ട പോലെ തന്നെ ഇത്തവണയും ഈ ഒരു റോട്ടിൽ ഒരുപാട് കുരങ്ങന്മാർ വന്ന് ഈ കാണുന്ന വഴിയെല്ലാം ബ്ലോക്ക് ആക്കുന്നുണ്ടായിരുന്നു. ശരിക്കും ഇവരുടെ ഈ ഒരു കളി കാണാനായിട്ട് വേണ്ടിയിട്ടാണ് ഇവരെല്ലാം വണ്ടി നിർത്തി കൊടുത്തിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പോഴേക്കും ഒരുപാട് കുരങ്ങന്മാരും മാനുകളുമായിരുന്നു ഈ ഒരു റോട്ടിലുണ്ടായിരുന്നെങ്കിലും ഇത്തവണ അധികം കുരങ്ങന്മാരൊന്നും നമുക്കിവിടെ കാണാൻ പറ്റിയില്ല. ഇപ്രാവശ്യം അനിമൽസ് കുറവാണെങ്കിലും ഇവന്മാർ ഉണ്ടാക്കിയിരിക്കുന്ന ബ്ലോക്ക് കുറച്ച് വലുതാണ്. ശരിക്കും ഇതുപോലുള്ള കാഴ്ചകൾ കാണുന്നതിന് തന്നെയാണ് നമ്മൾ ഈ ഒരു മോയാർ റൂട്ട് ചൂസ് ചെയ്യുന്നത് തന്നെ. എന്തായാലും കുറച്ചു നേരം നിന്ന് ഇവന്മാരുടെ ആക്ടിവിറ്റീസ് എല്ലാം കണ്ടതിന് ശേഷം നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ റോഡിലെ ബ്ലോക്കെല്ലാം മാറി നമ്മൾ കുറച്ച് നേരം കൂടി ഈ കുരങ്ങന്മാരുടെ ആക്ടിവിറ്റീസ് എല്ലാം കണ്ടു നിന്നതിന് ശേഷം തിരിച്ച് നമ്മൾ സിംഗാര റൂട്ടിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സിംഗാര റൂട്ട് പോയിക്കൊണ്ട് നിന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. നമ്മൾ കുറച്ച് മുമ്പ് കണ്ട അതേ ടൈപ്പ് കുരങ്ങുകൾ തന്നെ ഇവിടെ ഒരു പറമ്പിൽ വാലെല്ലാം പൊക്കി പിടിച്ച് നല്ലൊരു ഓട്ടോ ഓടുന്നുണ്ട്. എന്താണ് സംഭവം എന്നുള്ളത് അറിയില്ല. എന്തായാലും ഒരുപാട് കുരങ്ങന്മാർ ഒരേ ഡയറക്ഷനിൽ തന്നെ ഈ ഓടി പോകുന്നത് കാണാനായിട്ടൊരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു, പ്രത്യേകിച്ച് അവന്മാരുടെ വാലും. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയപ്പോൾ കണ്ട നെക്സ്റ്റ് സൈറ്റിംഗ് ആണ് ഈ കാണുന്ന മ്ലാവ്.
ശരിക്കും ഈ സിംഗാര റൂട്ടിൽ നമ്മൾ പോകുമ്പോൾ ഒരുപാട് മ്ലാവുകളെ കാണാനായിട്ടുള്ള ചാൻസും കൂടുതലാണ്. അതുപോലെ തന്നെ ആനകളെ കാണാനായിട്ട് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളതും ഈ മസിനഗുഡിയിൽ സിംഗാര റൂട്ടിൽ തന്നെയാണ്. അങ്ങനെ ആനയെ നോക്കി നമ്മൾ മുന്നോട്ട് പോയപ്പോൾ നമ്മുടെ മുമ്പിൽ 3 ആനകൾ. നമ്മൾ കഴിഞ്ഞ തവണ മസിനഗുഡി വന്നപ്പോൾ ആനയോ അല്ലെങ്കിൽ കാട്ടുപോത്തിനെയോ ഒന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്തായാലും ഇത്തവണ നമ്മൾ വന്നപ്പോഴേക്കും മസിനഗുഡി എന്തായാലും നമ്മളെ നിരാശപ്പെടുത്തിയില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആനയുടെ സൈറ്റിങ്ങും കാട്ടുപോത്തിൻ്റെ സൈറ്റിങ്ങും എല്ലാം നമുക്ക് കിട്ടി. അപ്പോൾ അതിൻ്റെ വിഷ്വൽസൊക്കെ എന്തായാലും പുറകെ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ കൂടി വന്ന് ഇവിടെ എത്തിയപ്പോഴേക്കും നമുക്ക് ആനയെ കിട്ടിയെങ്കിലും നല്ല രീതിയിൽ ലൈറ്റെല്ലാം പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ഏകദേശം ഒരു 5:30-6 മണിയായപ്പോഴാണ് ഈ കാണുന്ന ആനകളെ നമുക്ക് ഈ ഒരു പറമ്പിൽ നിന്ന് കിട്ടിയത്. ശരിക്കും പറമ്പെന്ന് പറയാൻ പറ്റില്ല, ഇതൊരു കാടിൻ്റെ ഭാഗം തന്നെ ആയിട്ടുള്ള ഒരു ചതുപ്പ് നിലമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല വേനലായതുകൊണ്ട് തന്നെ ഇവിടെയും ആനകൾക്കുള്ള ഫുഡ് വളരെ കുറവാണ്. ശരിക്കും ഇത്രയും ഡ്രൈ ആയിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് നിന്ന് ആനകൾ എങ്ങനെയാണ് ഫുഡ് കഴിക്കുന്നതെന്നുള്ളത് ശരിക്കും അത്ഭുതത്തോടു കൂടി നോക്കി നിന്നപ്പോഴാണ് അവർ എങ്ങനെയാണ് ഫുഡ് കഴിക്കുന്നതെന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായത്. ശരിക്കും ഇവർ നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് തന്നെ ഉണങ്ങി നിൽക്കുന്ന പുല്ലുണ്ടല്ലോ, അവരുടെ കാല് വെച്ച് ഒരു പ്രത്യേക രീതിയിൽ ഈ പുല്ലെല്ലാം വടിച്ചെടുത്തിട്ട് അതിലെ മണ്ണ് കളഞ്ഞിട്ടാണ് ഇവർ കഴിക്കുന്നത്. നമ്മളിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഈ കാണുന്ന ആന ചെറിയ രീതിയിൽ ഡാൻസ് കളിക്കുന്നതൊക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ശരിക്കും അവർ ഡാൻസ് കളിക്കുന്നതല്ല, ഈ കാണുന്ന പുല്ലെല്ലാം കാല് വെച്ച് വടിച്ചെടുത്തതിന് ശേഷം അവർക്ക് കഴിക്കാനായിട്ടുള്ള പരിപാടിയാണ്. ഏകദേശം 10-15 തവണ ഇതുപോലെ കാല് വടിച്ചെടുത്തതിന് ശേഷമാണ് വളരെ കുറച്ച് പുല്ലെങ്കിലും അവർക്ക് കഴിക്കാനായിട്ട് കയ്യിൽ കിട്ടുന്നത്. ഇത് ശരിക്കും ആനകളുടെ മാത്രം കാര്യമല്ല, സസ്യഭുക്കുകളായിട്ടുള്ള ഒട്ടുമിക്ക അനിമൽസും ഈ വേനൽക്കാലത്ത് ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം തന്നെയാണിത്. അങ്ങനെ ആന അവിടെ കുറേ നേരം നിന്നതിന് ശേഷം നമ്മൾ അവിടെ നിൽക്കുന്നുണ്ടെന്നുള്ളത് സ്മെല്ലിലൂടെ മനസ്സിലാക്കിയിട്ട് വീണ്ടും കാടിനകത്തേക്ക് പോവുകയാണ്. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ തന്നെ ആനകൾ കാല് വെച്ച് പുല്ല് വടിച്ചെടുക്കുന്ന ഒരു സീനാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. നേരത്തെ കാടിനകത്തായതുകൊണ്ട് തന്നെ ആ ഒരു വിഷ്വൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു വിഷ്വൽ കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ആന കാല് വെച്ച് എങ്ങനെയാണ് ആ പുല്ല് വടിച്ചെടുക്കുന്നതെന്നുള്ളത്. ഈ തള്ളയാന ചെയ്യുന്നത് കണ്ടിട്ട് തന്നെ പുറകിൽ നിൽക്കുന്ന ചെറിയൊരു കുട്ടിക്കൊമ്പനില്ലേ, പുള്ളിയും അതുപോലെ തന്നെ കാല് വെച്ച് വടിച്ചെടുക്കുന്ന ഒരു സീനാണ് നമ്മൾ കാണുന്നത്. ശരിക്കും ഈ ഒരു വിഷ്വൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ആനകൾ ഈ വേനൽക്കാലത്ത് എന്തോരം ഡ്രൈ ആയിട്ടുള്ള ഫുഡാണ് ഇവർ കഴിക്കുന്നതെന്നുള്ളത്. അങ്ങനെ ആനയുടെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ മുന്നോട്ട് പോയപ്പോൾ കിട്ടിയ ഒരു മ്ലാവിൻ്റെ കൂട്ടമാണ്. ഒരാളല്ല, പുറകെ ഒരു 3-4 മ്ലാവുകൾ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. മ്ലാവുകളെ നമുക്ക് മോയാർ ഭാഗത്തും അതുപോലെ സിംഗാര ഭാഗത്തെല്ലാം കാണാൻ പറ്റുമെങ്കിലും ഇവിടെ വളരെ കോമൺ ആയിട്ട് കാണുന്നത് മാനുകളും അതുപോലെ ഹനുമാൻ ലങ്കൂറുമാണ്. അങ്ങനെ മ്ലാവുകളുടെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നൈറ്റായി തുടങ്ങിയതുകൊണ്ട് തന്നെ നമ്മൾ നേരെ തിരിച്ച് ഹോം സ്റ്റേയിലേക്ക് പോകാൻ പോവുകയാണ്. അപ്പോൾ ഈ മോയാർ അതുപോലെ സിംഗാര ഈ ഒരു റൂട്ടിൽ മാക്സിമം 6 മണി വരെയാണ് നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റൂ. അങ്ങനെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ആനക്കൂട്ടം ലൈറ്റെല്ലാം പോയി തുടങ്ങിയപ്പോഴേക്കും നമ്മൾ പോകുന്ന ആ ഒരു റോഡിലേക്ക് ക്രോസ് ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ്. അങ്ങനെ നമ്മൾ നേരെ റൂമിൽ പോയി കിടന്ന് ഉറങ്ങി നെക്സ്റ്റ് ഡേ അതിരാവിലെ തന്നെ ഈ സിംഗാര റൂട്ടിൽ തന്നെ ഒന്നുകൂടി വന്നതാണ്. അങ്ങനെ സിംഗാര റൂട്ടിൽ വരുമ്പോഴേക്കും നമുക്ക് ഒരു കാപ്പിത്തോട്ടം കാണാൻ പറ്റും. ആ ഒരു കാപ്പിത്തോട്ടത്തിലാണ് ഒരുപാട് കാട്ടുപോത്തുകൾ നിൽക്കുന്നത്. ഇത് ശരിക്കും കാട്ടുപോത്തല്ല, നമ്മുടെ കാട്ടി അല്ലെങ്കിൽ കാട്ടുമാടെന്നെല്ലാം വിളിക്കുന്ന ഇന്ത്യൻ വൈൽഡ് ഗൗറാണ്. പിന്നെ നമ്മുടെ സൗത്ത് ഇന്ത്യൻ കാടുകളിൽ പൊതുവെ ഈ കാട്ടുപോത്തുകളെ കാണാറില്ലാത്തതുകൊണ്ടാണ് ഈ കാണുന്ന കാട്ടിയെ അല്ലെങ്കിൽ ഇന്ത്യൻ വൈൽഡ് ഗൗറിനെ കാട്ടുപോത്തുകളെന്ന് വിളിക്കുന്നത്. ശരിക്കും ഈ ഒരു കാട്ടുപോത്തുകളെല്ലാം നിൽക്കുന്നത് ഒരു കാപ്പിത്തോട്ടത്തിലാണ്. ഇതേ കാപ്പിത്തോട്ടത്തിൽ തന്നെ പലപ്പോഴും ഒരു ലെപ്പേർഡിൻ്റെ സൈറ്റിങ്ങും കിട്ടാറുണ്ട്. ശരിക്കും നമ്മൾ ഇന്നലെ നൈറ്റിൽ ആനയെല്ലാം കണ്ടുവരുന്ന ടൈമിൽ നമ്മുടെ തൊട്ട് പുറകെ വന്ന 2 ജീപ്പുകാർക്ക് ലെപ്പേർഡിൻ്റെ സൈറ്റിംഗ് ഇതേ ഭാഗത്ത് നിന്ന് തന്നെ കിട്ടിയിരുന്നു. അവർ നമ്മളെ കണ്ടപ്പോൾ പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ച് ചെന്ന് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് നോക്കിയെങ്കിലും നമുക്ക് ലെപ്പേർഡിനെ ഒന്നും കാണാൻ പറ്റിയില്ല. പിന്നെ നൈറ്റിൽ നമുക്കിവിടെ കറങ്ങി കിടക്കുന്നതിന് റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അധികം വെയിറ്റ് ചെയ്യാതെ തന്നെ റൂമിലേക്കും പോയി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല വേനലായ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ഈ കാണുന്ന കാട്ടുപോത്തുകൾക്കും കഴിക്കുന്നതിനായിട്ടുള്ള ഫുഡ് ഈ ഒരു ഭാഗത്തൊന്നും അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഈ താഴത്തു നിന്നുള്ള ഉണക്കപ്പുല്ലും അതുപോലെ ഈ കാണുന്ന കാപ്പിച്ചെടികളുടെ ഇലകളുമാണ് ഈ കാണുന്ന കാട്ടുപോത്തുകൾ കഴിക്കുന്നത്.
അങ്ങനെ കാട്ടുപോത്തുകളുടെ കാഴ്ചകളെല്ലാം കണ്ട് മുന്നോട്ട് പോയപ്പോൾ നമ്മുടെ മുമ്പിൽ കാട്ടുകോഴി. ഈ കാട്ടുകോഴികളിൽ പൊതുവെ കാണാനായിട്ട് ഭംഗി എന്ന് പറയുന്നത് ഈ കാണുന്ന പൂവൻകോഴികളെ തന്നെയാണ്. ഇവരുടെ തൂവലിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷനും തലയിലെ ആ ഒരു പൂവും അതുപോലെ ഈ കാണുന്ന പൂവാലും ഇതൊക്കെയാണ് ശരിക്കും പൂവൻകോഴികൾക്ക് ഇത്രയും ഭംഗി നൽകുന്നത്. അങ്ങനെ കാട്ടുകോഴിയുടെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ മുന്നോട്ട് പോയപ്പോൾ അവിടെ ഒരു മ്ലാവ് കിടന്ന് റെസ്റ്റ് എടുക്കുന്നു. ശരിക്കും നല്ല ഡ്രൈ ആയിട്ട് നിൽക്കുന്ന ഈ ഒരു ഫോറസ്റ്റിനകത്ത് മ്ലാവ് കിടക്കുന്നത് ശരിക്കും നമുക്ക് കണ്ണിന് പെട്ടെന്ന് കാണാനായിട്ട് പറ്റില്ല. കാരണം മ്ലാവിൻ്റെ കളറും ഇവിടെയുള്ള ഇലയുടെയും ചെടിയുടെ എല്ലാം കളറും ഏകദേശം ഒരേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. എന്തായാലും നല്ല ഉണങ്ങിക്കരിഞ്ഞ ഈ ഒരു കാടിൻ്റെ ഇടയിലായിട്ട് ഈ ഒരു മ്ലാവിൻ്റെ തല വളരെ ക്ലോസപ്പായിട്ട് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു. അങ്ങനെ മ്ലാവിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ മുന്നോട്ട് പോയപ്പോൾ ഇവിടെ വളരെ കോമൺ ആയിട്ട് കിട്ടുന്ന നമ്മുടെ മാനുകളെ കണ്ടു. നമ്മുടെ കഴിഞ്ഞ തവണത്തെ മസനഗുഡി വീഡിയോയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അനിമൽ സൈറ്റിങ്സ് ഉണ്ടായിരുന്നു. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടിയെന്ന് പറയുന്നത് ഈ കാണുന്ന മാനുകളും ഹനുമാൻ ലങ്കൂറും കരടിയുമായിരുന്നു. ശരിക്കും ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെ എല്ലാം പരീക്ഷയെല്ലാം കഴിഞ്ഞ് വെക്കേഷൻ ആയിരിക്കുന്നൊരു സമയമാണ്. ഈ കാടിനോടും അനിമൽസിനോടൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരെയും കൊണ്ട് നിങ്ങൾക്ക് വെക്കേഷന് പോകാൻ പറ്റിയ ബെസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് ഈ കാണുന്ന മസനഗുഡി റൂട്ട് തന്നെയാണ്. കാരണം മസനഗുഡി റൂട്ടിലേക്ക് വരുന്ന വഴിക്ക് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അനിമൽ സൈറ്റിംഗ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ മസനഗുഡി വന്ന് നമ്മളൊന്ന് കറങ്ങി ഇറക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് വെറൈറ്റി അനിമൽസിനെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ നമ്മുടെ മുതുമല സഫാരി സെൻറ്ററും ബന്ദിപ്പൂർ സഫാരി സെൻറ്ററും അതുപോലെ മുതുമലയിലെ എലഫൻറ്റ് ക്യാമ്പും എല്ലാം വളരെ അടുത്തായതുകൊണ്ട് തന്നെ നമ്മളിവിടെ വന്നാലും ഏകദേശം ഒരു 2-3 ദിവസമൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഈ കാണുന്ന കാടും മൃഗങ്ങളും മാത്രമല്ല, അത്യാവശ്യം ചെറിയൊരു ഓഫ് റോഡ് ഡ്രൈവ് എല്ലാം നമുക്ക് പോകാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഇതിന് മുമ്പിട്ട മസനഗുഡി വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റേ ചെയ്ത ആ ഒരു ഹോം സ്റ്റേയുടെ ഡീറ്റെയിൽസും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെക്കേഷനൊക്കെ വരുമ്പോൾ ഇവിടെയുള്ള റൂമുകൾ ഫുള്ളാവാനായിട്ടുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇതുപോലെ ഏതെങ്കിലും റൂംസിൻ്റെയൊക്കെ നമ്പർ എടുത്ത് അത് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം പോകുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മസനഗുഡി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.